ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കുവാൻ മന്ത്രിസഭായോഗ തീരുമാനം. 7-അംഗ മന്ത്രിസഭാ ഉപസമിതി പരിശോധന നടത്തും. സമിതി റിപ്പോർട്ട് നൽകുന്നതുവരെ പദ്ധതിയിലെ തുടർ നടപടികൾ നിർത്തിവെക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. SIR-ൽ ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നവംബർ 5-ന് സർവകക്ഷിയോഗം വിളിക്കുവാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായുള്ള ഉപസമിതിയിൽ മന്ത്രിമാരായ കെ രാജൻ, റോഷി അഗസ്റ്റിൻ, പി രാജീവ്, പി പ്രസാദ്, കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരാണ് അംഗങ്ങൾ. ഉപസമിതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതുവരെ PM ശ്രീയിലെ തുടർ നടപടികൾ നിർത്തിവെക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ കത്തുമുഖാന്തരം അറിയിക്കാനാണ് സർക്കാർ തീരുമാനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തിടുക്കപ്പെട്ട് നടത്താനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ SIR ഇപ്പോൾ പ്രായോഗികമല്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ കേന്ദ്രത്തെ അറിയിച്ചു. അതിനുശേഷവും SIR-മായി മുന്നോട്ടു പോകാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നവംബർ 5 4 മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. SIR-ൽ ശക്തമായ വിയോജിപ്പ് കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതിന് പിന്നാലെയാണ് സർവകക്ഷി യോഗം കൂടി ചേർന്ന് ആശങ്കകൾ ബോധ്യപ്പെടുത്താനുള്ള സർക്കാർ നീക്കം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.